Hi. So once again, welcome all of you to the new video of Income Tax. And today's our topic is agriculture income. And in this topic, we discuss about what is agriculture income, what are the criteria should be satisfied to treat an income as agriculture income, and what are partly agriculture income, and what are the different types of agriculture income, and also what are non-agriculture income. Okay. So let's start. What is agriculture income? Agriculture income ഒരു സെക്ഷൻ ഉണ്ട്, സെക്ഷൻ 2 ക്ലോസ് 1A. ഇതിൽ പ്രധാനമായിട്ടും പറയുന്ന കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു നട്ടലായിട്ട് പറയാൻ പറ്റും. ഇറ്റ് ഈസ് ദി ബാക്ക് ബോൺ ഓഫ് അവർ ഇന്ത്യൻ എക്കോണമി ബിക്കോസ് നിയർലി 70% ഓഫ് ദി പീപ്പിൾ ഓർ അവർ പോപ്പുലേഷൻ സ്റ്റിൽ ഡിപ്പെൻഡ്സ് അപ്പോൺ അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ്. അതുകൊണ്ട് തന്നെ അഗ്രികൾച്ചർ ഇൻകം എന്ന് പറയുന്നത് ടോട്ടലി എക്സംപ്റ്റഡ് ഫ്രം ടാക്സ് ആണ്. ചില അഗ്രികൾച്ചർ ഇൻകത്തിൽ നോൺ അഗ്രികൾച്ചർ ഇൻകത്തിൻ്റെ ഭാഗം കൂടി മിക്സായി വരാറുണ്ട്. അതായത് ബിസിനസ് ഇൻകം കൂടി മിക്സ് ആവും. അപ്പോൾ അഗ്രികൾച്ചർ ഇൻകം ഉണ്ടാവും, ബിസിനസ് ഇൻകം ഉണ്ടാവും. അപ്പോൾ അതിനെ വേർതിരിച്ചെടുക്കുക എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. സർട്ടൻ ഇൻകംസ് വിച്ച് ഇൻക്ലൂഡ്സ് ബോത്ത് ദി എലമെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് നോൺ അഗ്രികൾച്ചർ ഇൻകം. സോ നമ്മൾ എന്ത് ചെയ്യണം, ഏതാണ് അതിൽ അഗ്രികൾച്ചർ ഇൻകം, ഏതാണ് അതിൽ ബിസിനസ് ഇൻകം എന്ന് നമ്മൾ വേർതിരിച്ച് കാണണം. അതിന് നമ്മളെന്താണ് അഗ്രികൾച്ചർ ഇൻകത്തെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ. സോ എന്താണ് ഒരു അഗ്രികൾച്ചർ ഇൻകം ആയിട്ട് ഒരു ഇൻകത്തെ പരിഗണിക്കണമെങ്കിൽ നമ്മൾ എന്തെല്ലാം മാനദണ്ഡങ്ങൾ ബാധകമാണെന്നുള്ളതാണ്. ഒന്നാമത്തത് ഇൻകം ഈസ് ഡയറക്റ്റ്ലി റിലേറ്റഡ് ടു ലാൻഡ് എന്നാണ്. എന്ന് പറയണമെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ ഇൻകം അത് നമ്മുടെ ലാൻഡ്, ആ ഭൂമിയായിട്ട് നേരിട്ടുള്ള ബന്ധം ഉണ്ടാണെന്നാണ്. ഒന്നുകൂടി വിശദമായിട്ട് പറഞ്ഞാൽ ദി ലാൻഡ് ഷുഡ് ബി ദി ഇമ്മീഡിയറ്റ് സോഴ്സ് ഓഫ് ഇൻകം. ദാറ്റ് മീൻസ് സെക്കൻഡറി സോഴ്സ് ഓഫ് ഇൻകം ആകരുത്, അത് ഡയറക്റ്റ് സോഴ്സ് ആയിരിക്കണം എന്നർത്ഥം. ഫോർ എക്സാമ്പിൾ, ഒരു ഭൂമിയിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ കൃഷി നടത്തി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അത് അഗ്രികൾച്ചർ ഇൻകമാണ്, അതിൽ സംശയമൊന്നുമില്ല. ഓക്കെ, അത് എന്താണ് ഡയറക്റ്റ്ലി റിലേറ്റഡ് വിത്ത് ലാൻഡാണ്, ലാൻഡിൽ നിന്ന് നേരിട്ട് കിട്ടുന്നത്. ഇനി മറ്റൊന്ന്, നിങ്ങൾ കൃഷി നടത്താതെ നിങ്ങളിത് മറ്റൊരാൾക്ക് കൃഷി നടത്തുന്നതിന് വേണ്ടി വാടകയ്ക്ക് കൊടുത്തു വിചാരിക്കുക. അങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്ന വാടക അതിനെയും അഗ്രികൾച്ചർ ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ സപ്പോസ് വാടക തരാൻ ഒരാൾ പരാജയപ്പെട്ടു, അപ്പോൾ അതുകൊണ്ട് എന്താണ് പിന്നീട് പലിശ സഹിതം നിങ്ങൾ വാങ്ങിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ പലിശ ഉണ്ടല്ലോ, ആ പലിശേനെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അഗ്രികൾച്ചർ ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ബിസിനസ് ഇൻകം. അത് ബിസിനസ് ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യും. ഓക്കെ. സോ നേരിട്ട് ബന്ധം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞ കാര്യം അതാണ്. മറ്റൊന്ന്, ദി ലാൻഡ് ഷുഡ് ബി സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമുക്ക് അഗ്രികൾച്ചർ ഇൻകത്തിൻ്റെ എക്സംഷന് കിട്ടുള്ളൂ. ലാൻഡ് ഷുഡ് ബി യൂസ്ഡ് ഫോർ അഗ്രികൾച്ചർ പർപ്പസ്, ഇതിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുക. ദെൻ ദി അസസി ഹാസ് ഇൻട്രസ്റ്റ് ഇൻ ലാൻഡ്, അസസിക്ക് ആ ലാൻഡിൽ എന്തുണ്ടായിരിക്കാം, ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഇൻകത്തെ അഗ്രികൾച്ചർ ഇൻകമായിട്ട് പരിഗണിക്കപ്പെടണമെങ്കിലുള്ള ക്രൈറ്റീരിയ. ഓക്കെ. ദെൻ ടൈപ്സ് ഓഫ് അഗ്രികൾച്ചർ ഇൻകം. 5 തരത്തിലുള്ള അഗ്രികൾച്ചർ ഇൻകമാണ് പ്രധാനമായിട്ടുള്ളത്. അതിൽ ഒന്നാമത്തത് റെൻറ്റ് ഓർ റവന്യൂ ഫ്രം അഗ്രികൾച്ചറൽ ലാൻഡ്. Sometimes the owner of a land may not cultivate the land by himself. He may give the land to tenants who actually cultivate the land. The tenant pay rent to the landlord. Such rent received by landlord is agriculture income എന്നാണ് പറഞ്ഞത്. സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. ചിലപ്പോൾ ഓണർ എന്തുണ്ടാവില്ല, അയാൾ സ്വന്തമായിട്ട് കൃഷി നടത്തുന്നുണ്ടാവില്ല. അയാൾ സ്വന്തമായിട്ട് കൃഷി നടത്തുകയാണെങ്കിൽ അയാൾക്ക് അതിൽ നിന്ന് കിട്ടുന്നത് റവന്യൂ, വരുമാനം. റെൻ്റ് എപ്പോഴാണ് കിട്ടുക, അയാൾ കൃഷി നടത്താതെ മറ്റൊരാൾക്ക് അത് പാട്ടത്തിന് കൊടുക്കുകയാണില്ല. അങ്ങനെ റെൻറ്റിന് കൊടുക്കുകയാണെങ്കിൽ ആ വാടകയും എന്ത് തന്നെയാണ്, അഗ്രികൾച്ചർ ഇൻകമായിട്ട് പരിഗണിക്കപ്പെടും. അതാണ് റെൻറ്റോ റവന്യൂ ഫ്രം അഗ്രികൾച്ചർ ലാൻഡ്. ഒരു അഗ്രികൾച്ചർ ലാൻഡിൽ നിന്ന് കിട്ടുന്ന റെൻറ്റോ റവന്യൂ എന്ന് പറയാനുള്ള കാരണം. മറ്റൊന്ന് കൾട്ടിവേഷൻ ഓഫ് ലാൻഡാണ്. കൾട്ടിവേഷൻ ഓഫ് ലാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താണ്, ഇൻകം ഡിറൈവ്ഡ് ബൈ ഓണർ ഓർ കൾട്ടിവേറ്റർ ഓഫ് അഗ്രികൾച്ചർ ലാൻഡ് ബൈ കൾട്ടിവേറ്റിംഗ് ഈസ് അഗ്രികൾച്ചർ ഇൻകം. നിങ്ങൾ അതെന്താണ്, അതിൽ കൃഷി നടത്തുകയാണ്. കൾട്ടിവേഷൻ ലാൻഡൊക്കെ ഉഴുതു മറിക്കാനുള്ള അർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ വേറൊരാൾക്ക് കൊടുക്കുകയാണ്, അയാൾ അതിൽ കൃഷി നടത്തുകയാണ്. എന്തു തന്നെയായാലും അത്തരത്തിൽ ആ ഭൂമി നിങ്ങളെന്താണ്
ഭൂമിയിൽ കാർഷിക വൃത്തി നടത്തുകയാണെങ്കിൽ അതൊക്കെ എന്താണ് അഗ്രികൾച്ചർ ഇൻകമായിട്ട് പരിഗണിക്കുന്നത്. കൾട്ടിവേഷൻ ഓഫ് ലാൻഡ് ഉദ്ദേശിക്കുന്നത് അതാണ്. ദെൻ ഇൻകം ഫ്രം എ പ്രോസസ്. ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ചില സമയത്ത് നമ്മൾക്ക് കിട്ടുന്ന പ്രൊഡ്യൂസ്, അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞ സാധനങ്ങൾ അത് നേരിട്ട് ചിലപ്പം വിൽക്കാൻ സാധിക്കില്ല. ഒരു ഉദാഹരണത്തിന് ഇപ്പം നിങ്ങൾ റബ്ബറിന് കിട്ടുന്ന പാൽ, റബ്ബർ പാലില്ലേ, ആ റബ്ബർ പാലിനെ നിങ്ങൾ എന്താണ് അതേപോലെ കൊണ്ടുപോയി മാർക്കറ്റിൽ വിൽക്കില്ല. അപ്പോൾ നമ്മളെന്താണ് അതിനെ ഷീറ്റാക്കി മാറ്റിയിട്ടാണ് വിൽക്കുക. അപ്പോൾ അതൊരു കമ്പൽസറി പ്രോസസ്സാണ്. അത് നിർബന്ധമായിട്ട് ചെയ്തിട്ടാണ് നമുക്ക് വിൽക്കാൻ പറ്റുള്ളൂ. സോ അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതൊരു കുഴപ്പമൊന്നുമില്ല, അഗ്രികൾച്ചർ ഇൻകമായിട്ട് തന്നെ പരിഗണിക്കപ്പെടും. പക്ഷേ നിങ്ങൾ ആ റബ്ബർ പാലിനെ നിങ്ങൾ ഒരു ഹവായി ചപ്പൽ അല്ലെങ്കിൽ എന്താണ് വേറൊരു ടയറൊക്കെ ആക്കി മാറ്റുകയാണെങ്കിൽ അത് പറ്റില്ല. അതൊരു കമ്പൽസറി പ്രോസസ്സല്ല, അതൊരു ബിസിനസ് പ്രോസസ്സാണ്. അതൊരു ബിസിനസ് ഇൻകമായിട്ടാണ് പരിഗണിക്കപ്പെടുക. അപ്പോൾ അതാണ് ആ പോയിന്റ്. ഇൻകം ഫ്രം എ പ്രോസസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻ കേസ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ഓർ റെന്റ് ഇൻ കൈൻഡ് ഈസ് നോട്ട് ഇൻ എ സെയിലബിൾ കണ്ടീഷൻ, വിൽക്കാൻ പറ്റിയൊരു കണ്ടീഷൻ അല്ലെങ്കിൽ സം പ്രോസസ് മേ ബി പെർഫോംഡ് ബൈ സച്ച് പേഴ്സൺ ഇൻ ഓർഡർ ടു മേക്ക് ദി പ്രൊഡ്യൂസ് മാർക്കറ്റബിൾ. ആ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സാധനം എന്ത് ചെയ്യും, അതിൽ ചില കമ്പൽസറി പ്രോസസ്സ് നടത്തും. എന്നാലും ഏതാണ് അത്തരം കിട്ടുന്ന ഏണിങ്സ് ഒക്കെ എന്താണ് അഗ്രികൾച്ചർ ഇൻകമായിട്ട് തന്നെ പറയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ഇൻകം ഫ്രം സെയിൽ ഓഫ് പ്രൊഡ്യൂസ്. സിമ്പിളാണ്. എന്താണ് നിങ്ങളെന്താണ് സാധനങ്ങൾ വിൽക്കുകയാണ്, അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് അതിൻ്റെ വിത്തുകളോ മറ്റു കാര്യങ്ങളൊക്കെ എന്താണ് നിങ്ങൾ വിൽക്കുകയാണെങ്കിൽ ആ വിൽക്കുന്ന അങ്ങനെ കിട്ടുന്ന വരുമാനം എന്താണ് അഗ്രികൾച്ചർ ഇൻകമായിട്ട് പറയപ്പെടും. ഇനി ഒരു പക്ഷേ നിങ്ങൾ കിട്ടിയ സമയത്ത് തന്നെ വിൽക്കുന്നില്ല, കുറച്ച് കാലം സൂക്ഷിച്ച് വെച്ചു, അങ്ങനെയൊക്കെ ഉണ്ടാകും. ചില ആളുകൾ എന്താണ് ചില സമയത്തേക്ക് സൂക്ഷിച്ച് വയ്ക്കും, ഒരു സ്റ്റോറിൽ സൂക്ഷിച്ച് വയ്ക്കും, പിന്നീടാണത് വിൽക്കുക. അതൊന്നും കുഴപ്പമൊന്നുമില്ല, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ദി അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ഫോർ റെന്റ് ഇൻ കൈൻഡ് മേ ബി സോൾഡ് അറ്റ് ദി ടൈം ഓഫ് ഹാർവെസ്റ്റ്, കൊയ്ത്തുകാലം അതാണ് ഹാർവെസ്റ്റ്, ഓർ അറ്റ് എനി ലേറ്റർ സ്റ്റേജ് ആഫ്റ്റർ പെർഫോമിങ് എനി ആക്ടിവിറ്റി, എന്തെങ്കിലും ആക്ടിവിറ്റിയൊക്കെ നടത്തിയതിന് ശേഷം എന്താണ് അത് കമ്പൽസറി പെർഫോമൻസ് എന്നാണ് പറഞ്ഞത്. നേരത്തെ നമ്മൾ റബ്ബർ പാലിനെ ഷീറ്റാക്കി മാറ്റാന്ന് പറഞ്ഞത് ഒരു കമ്പൽസറി പെർഫോമൻസ്. അതുപോലുള്ളതൊന്നും നടത്തി വെച്ചൊരു കുഴപ്പമില്ല. ദി ഇൻകം ഈസ് അഗ്രികൾച്ചർ ഇൻകം ഈവൻ ഹീ കീപ്സ് എ ഷോപ്പ് ഫോർ ദി സെയിൽ ഓഫ് സച്ച് പ്രൊഡ്യൂസ്. അത് നിങ്ങൾ എന്താണ് അത്തരം സംഭവങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാണ് ഒരു കുറച്ച് കാലം സ്റ്റോറിൽ കീപ്പ് ചെയ്യുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നാണ് പറയുന്നത്. അഗ്രികൾച്ചർ ഇൻകമായിട്ട് തന്നെ പരിഗണിക്കപ്പെടും. ഓക്കെ. ദെൻ ഇൻകം ഫ്രം അഗ്രികൾച്ചർ ഹൗസ് പ്രോപ്പർട്ടി. ഇൻകം ഫ്രം അഗ്രികൾച്ചർ ഹൗസ് പ്രോപ്പർട്ടി എന്നോട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇൻകം ഫ്രം ഫാം ഹൗസ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ എനി ഇൻകം ഡിറൈവ്ഡ് ഫ്രം എനി ബിൽഡിംഗ് യൂസ്ഡ് ഫോർ അഗ്രികൾച്ചർ ഓപ്പറേഷൻസ് ഷാൾ ആൾസോ ബി ട്രീറ്റഡ് ആസ് അഗ്രികൾച്ചർ ഇൻകം. അപ്പോൾ ഇത്തരത്തിലുള്ള ഫാം ഹൗസിനുള്ള ഇൻകമൊക്കെ എന്താണ് നമ്മൾ അഗ്രികൾച്ചർ ഇൻകമായിട്ട് പരിഗണിക്കപ്പെടും. പക്ഷേ അതിന് ചില കണ്ടീഷൻസ് കൂടി ഉണ്ട്. അഗ്രികൾച്ചർ ഇൻകമായിട്ട് അത്തരം ഫാം ഹൗസിൻ്റെ ഇൻകം പരിഗണിക്കപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന്, ദി ബിൽഡിംഗ് ഈസ് ഓൺഡ് ആൻഡ് ഒക്കുപ്പൈഡ് ബൈ ദി കൾട്ടിവേറ്റർ ഓർ റിസീവർ ഓഫ് റെൻ്റ് എന്നാണ്. അത് ഓണറുടെ ആയിരിക്കണം, അല്ലെങ്കിൽ എന്താണ് ആരാണോ ഇത് ചെയ്യുന്നത് അയാൾ ഉടമസ്ഥയിലുള്ളതായിരിക്കണം. ഓക്കെ. 2, അത് ആ അഗ്രികൾച്ചർ ലാൻഡിൻ്റെ അടുത്ത് തന്നെ ആയിരിക്കണം ആ ഒരു എന്താണ് ഹൗസ് പ്രോപ്പർട്ടി അവിടെ കിടക്കുന്നത്. അത് ഇന്ത്യയിലും ആയിരിക്കണം. പുറത്തുള്ള അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ് നിന്നാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യില്ല, അത് പരിഗണിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ബിൽഡിംഗ് മസ്റ്റ് ബി സിറ്റുവേറ്റഡ് ഇൻ ദി വിസിനിറ്റി ഓഫ് അഗ്രികൾച്ചർ ലാൻഡ് ഇൻ ഇന്ത്യ. വിസിനിറ്റി ഓഫ് എന്ന് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നൈബർഹുഡ് എന്നുള്ള തന്നെ ഒരു പ്രദേശത്തായിരിക്കണം എന്നാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളെ തോട്ടം കിടക്കുന്നത് എന്താണ് ഇവിടെ മലപ്പുറത്തും, എന്നാൽ എന്താണ് ഫാം ഹൗസ് കിടക്കുന്നത് എന്താണ് കോഴിക്കോടും, അത് പറ്റില്ല. അതാണ് ഈ പോയിന്റ് ഉദ്ദേശിക്കുന്നത്. ബിൽഡിംഗ് മസ്റ്റ് ബി സിറ്റുവേറ്റഡ് ഇൻ ദി വിസിനിറ്റി ഓഫ് അഗ്രികൾച്ചർ ലാൻഡ് ഇൻ ഇന്ത്യ എന്നോട് പറയുന്നത്. അത് ഇന്ത്യയിലായിരിക്കണം. വിദേശത്തുള്ള അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ് നമ്മൾ എന്ത് ചെയ്യില്ല, സാധാരണഗതിയിൽ പരിഗണിക്കാറില്ല. ഓക്കെ. ദെൻ ഇറ്റ് ഷുഡ് ബി യൂസ്ഡ് ഫോർ അഗ്രികൾച്ചർ പർപ്പസ്. എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല, അത് അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യേണ്ടത്. ദെൻ ദി ലാൻഡ് ഷുഡ് ബി സബ്ജക്ട് ടു സം ടാക്സ് ലിവീഡ് ബൈ സ്റ്റേറ്റ് ഓർ ലോക്കൽ ഗവൺമെൻറ് എന്നാണ്. അപ്പോൾ ഇതിന് ഈ സംസ്ഥാന പ്രാദേശിക ഗവൺമെൻറ്റൊക്കെ ചുമത്തുന്ന ടാക്സിന് വിധേയമായിട്ടുണ്ട് ഈ ഭൂമി എന്നത് ഇതിൻ്റെ ഒരു മാനദണ്ഡമാണ്. അങ്ങനെ അല്ലെങ്കിൽ അതിനൊരു അഗ്രികൾച്ചർ ഇൻകമായിട്ട് പിന്നീട് ട്രീറ്റ് ചെയ്യില്ല. അപ്പോൾ ആ ഒരു ഭൂമിക്ക് നിങ്ങൾ എന്തെങ്കിലും നികുതി കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ കൊടുത്തിരിക്കണം, പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ. ദെൻ ചില ഇൻകത്തിൽ അഗ്രികൾച്ചർ ഇൻകത്തിൻ്റെ എലമെൻറ്റും അതുപോലെ നോൺ അഗ്രികൾച്ചർ ഇൻകത്തിൻ്റെ എലമെൻ്റ് ഉണ്ടായിരിക്കും. പാർട്ട്ലി അഗ്രികൾച്ചർ ഇൻകം എന്നാണ് സാധാരണഗതിയിൽ അതിനെ പറയാം. അപ്പോൾ ഇത്തരം പാർട്ട്ലി അഗ്രികൾച്ചർ ഇൻകം
അതിൽ എത്ര ഭാഗമാണ് അഗ്രികൾച്ചറിൻ്റെ ഭാഗം, എത്രയാണ് ബിസിനസ്സിൻ്റെ ഭാഗം. ഇതിൽ സാധാരണയായിട്ട് എന്താണ് ബിസിനസ് ഇൻകത്തിന് നമ്മൾ ടാക്സ് ചെയ്യും, അഗ്രികൾച്ചർ ഇൻകത്തിന് നമ്മൾ എന്ത് ചെയ്യും, അത് ഒഴിവാക്കും. സോ അത് പ്രധാനമായിട്ടും പഠിക്കേണ്ടതാണ്. ഇതര certain income which are neither wholly agriculture in nature nor they cannot set to be income from business. ബിസിനസ്സായിട്ട് മുഴുവൻ പറയാൻ പറ്റില്ല, അത് അഗ്രികൾച്ചറായിട്ടും മുഴുവനായിട്ട് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പം നമ്മളെന്താണ് അത്തരം ഇൻകത്തിൽ എത്ര ഭാഗമാണ് അഗ്രികൾച്ചർ, എത്ര ഭാഗമാണ് ബിസിനസ് എന്ന് കറക്റ്റായിട്ട് പഠിക്കണം. പ്രധാനമായിട്ടും ടീ, റബ്ബർ, കോഫി ഈ 3 വിഭാഗങ്ങളാണ് പാർട്ട്ലി അഗ്രികൾച്ചർ ഇൻകത്തിൻ്റെ ഒരു സെക്ഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് കറക്റ്റായിട്ട് ഒരു ചാർട്ടിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ചാർട്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഇതിൽ ടീ നമ്മൾ പറഞ്ഞു, അത് റൂള് 8 വരുന്നത്. റൂൾ 8 അതിൽ 60% ആണ് അഗ്രികൾച്ചർ, ബാക്കി 40% എന്താണ് ബിസിനസ്സാണ്. റബ്ബറിൻ്റെ കേസിലാണെങ്കിൽ 65% അഗ്രികൾച്ചറാണ്, 35% ബിസിനസ്സാണ്. ഉദാഹരണത്തിന് 100 റുപ്യ നിങ്ങൾക്ക് റബ്ബറിന് വരുമാനം കിട്ടിയെങ്കിൽ 65 റുപ്യ നിങ്ങൾക്ക് എക്സെപ്റ്റ് ചെയ്യാം, 35 റുപ്യക്ക് ടാക്സ് വരും, ബിസിനസ് ഇൻകം എന്നുള്ള ഗണത്തിൽ പെടുത്തി ടാക്സ് വരും. കോഫി 75-ഉം 25-ആണ്. ഈ കോഫി തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതിൽ കോഫി ഗ്രൗണ്ട് ആൻഡ് ക്യൂവേഡ്, റോസ്റ്റഡ് ആൻഡ് ഗ്രൗണ്ടഡ് ബൈ ദി സെല്ലർ എന്നൊക്കെ പറഞ്ഞാൽ ഈ രീതിയിൽ തരികയാണെങ്കിൽ അത് 60-ഉം 40-ആണ് കിടക്കുക. ഓക്കെ, അപ്പോൾ ഇതിനെ എളുപ്പത്തിൽ പഠിക്കാൻ ഒരു ട്രിക്ക് ഉണ്ട്. TRC 60, 65, 75 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീക്ക് 60-ആണ്, റബ്ബറിന് 65-ആണ്, ഇതാ കോഫിക്ക് 75-ആണ്. ഓക്കെ, ഇതൊക്കെ അഗ്രികൾച്ചറായി പറഞ്ഞതൊക്കെ, ബാക്കിയുള്ളതൊക്കെ എന്താണ് ബിസിനസ് പോർഷൻ ആയിരിക്കും. അപ്പോൾ എളുപ്പത്തിൽ പഠിക്കാനുള്ളൊരു മാർഗ്ഗമാണ്. പിന്നെ കോഫി ഈ കുറച്ച് നീളമുള്ള ഒരു സെൻറ്റൻസ് ഇവിടെ കാണുന്നില്ല അല്ലേ, 10 പൊടിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ. അതാണെങ്കിൽ ആദ്യത്തെ ഭാഗം തന്നെ വരും കേട്ടോ, 60-40 വരും. ഓക്കെ, അപ്പോൾ ഇതാണ് പാർട്ട്ലി അഗ്രികൾച്ചർ ഇൻകം എന്ന് പറയുന്നത്. ദെൻ നോൺ അഗ്രികൾച്ചർ ഇൻകം, കുറച്ച് നോൺ അഗ്രികൾച്ചർ ഇൻകത്തെ പരിചയപ്പെടണം. അപ്പോൾ ചിലപ്പം ക്വസ്റ്റ്യൻ അങ്ങനെയും ചോദിക്കാറുണ്ട്, ഒരു 2-3 നോൺ അഗ്രികൾച്ചർ ഇൻകം ഏതൊക്കെയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോയാൽ മതി. ഒന്ന് ഇൻകം ഫ്രം മാർക്കറ്റ് പ്ലേസസ്, മറ്റൊന്ന് നമ്മൾ ഇൻകം ഫ്രം കോറീസ് ആൻഡ് മൈൻസ് ഫീൽഡ്സ്. നിങ്ങൾ ഖനനമൊക്കെ നടത്തുകയാണെങ്കിൽ ഇപ്പോൾ കല്ലും കോറിയൊക്കെ ഉണ്ടാവുമല്ലോ, കോറി, അപ്പോൾ അതൊക്കെ ഭൂമിയിൽ നിന്ന് ഉണ്ടാക്കണം. അതുകൊണ്ട് എന്താണ് അഗ്രികൾച്ചർ ഇൻകമായിട്ടൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എന്താണ് ഇൻകം ഫ്രം ലാൻഡ് യൂസ്ഡ് ആസ് വെയർ ഹൗസസ് ഓർ സ്റ്റോർ. നിങ്ങൾ വെയർ ഹൗസിൻ്റെ പർപ്പസിന്, സ്റ്റോറിൻ്റെ പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് ലാൻഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ആ വെയർ ഹൗസിൻ്റെ വാടക, അതൊക്കെ ആണെങ്കിൽ എന്താണ്, അതൊന്നും ഈ അഗ്രികൾച്ചർ ആക്ടിവിറ്റി ആയിട്ട് നമ്മൾ പരിഗണിക്കില്ല. ദെൻ ഇൻകം ഫ്രം ഫിഷറീസ്, പോൾട്രി ഫാമിംഗ്, ഡയറി ഫാമിംഗ്, ഇതൊക്കെ. അപ്പോൾ ഫിഷറി മീൻ വളർത്തുക അല്ലേ. പോൾട്രി ഫാമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പക്ഷികളൊക്കെയാണ്, ഇപ്പോൾ കോഴി, താറാവ് എന്നൊക്കെ ഉണ്ട്, അതൊക്കെയാണ്. പിന്നെ നമ്മൾ ഡയറി ഫാമിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ഷീരോത്പാദനം, പാല്, എന്താ പശു, അങ്ങനത്തെ മൃഗങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതൊന്നും എന്തിൻ്റെ ഗണത്തിൽ പെടൂല, അഗ്രികൾച്ചറിൻ്റെ ഗണത്തിൽ പെടൂല എന്നാണ് പറയുന്നത്. പിന്നെ ഇൻകം ഫ്രം സെയിൽ ഓഫ് എർത്ത് ഫോർ ബ്രിക്ക് മേക്കിംഗ്. ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ, നിങ്ങളെ ഇഷ്ടിക ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങളെ ഭൂമി കൊടുക്കുകയാണ്. അപ്പോൾ അവിടുന്ന് മണ്ണൊക്കെ കളച്ചിട്ടാണ് ഇപ്പോൾ അല്ലേ. അപ്പോൾ ഈ ബ്രിക്ക് മേക്കിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഭൂമികൾ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ വരുമാനം കിട്ടും. അപ്പോൾ ചില ആളുകളൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടല്ലോ അല്ലേ. ഇപ്പോൾ കല്ല്, പിന്നെ നിങ്ങൾ എന്നിട്ട് ചെങ്കല്ലിൻ്റെ ഇതൊക്കെ ഉണ്ടല്ലോ, ആ നാട്ടിലുള്ള ആളുകളൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്, പാട്ടത്തിനാണ് കൊടുക്കുക ചെയ്യും. അപ്പോൾ അങ്ങനെ കിട്ടുന്ന വരുമാനം, ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാവും. അപ്പോൾ അതൊന്നും എന്തല്ല അഗ്രികൾച്ചർ ഇൻകമായിട്ട് പരിഗണിക്കില്ല, ഒക്കെ നോൺ അഗ്രികൾച്ചർ ഇൻകമാണ്. ഓക്കെ, പിന്നെ ഡിവിഡൻഡ് ഫ്രം എ കമ്പനി എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ്. ഒരു അഗ്രികൾച്ചർ ആക്ടിവിറ്റീസിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡ്, കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡ്, അത് നോൺ അഗ്രികൾച്ചർ ഇൻകമായിട്ട് തന്നെയാണ്, അഗ്രികൾച്ചർ ഇൻകം അല്ല, നോൺ അഗ്രികൾച്ചർ ഇൻകം തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് അഗ്രികൾച്ചർ ആക്ടിവിറ്റിയിൽ ഏർപ്പെടുന്ന ബിസിനസ് ആയിക്കോട്ടെ, എന്നാലും ആ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല, അഗ്രികൾച്ചർ ഇൻകം അല്ല, അത് നോൺ അഗ്രികൾച്ചർ ഇൻകമാണ്. പിന്നെ അതുപോലെ തന്നെ ഇൻകം ഫ്രം സെയിൽ ഓഫ് വൈൽഡ് ഗ്രാസ്. ഈ വൈൽഡ് ഗ്രാസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വന്യമരങ്ങൾ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ തേക്ക്, ഈട്ടി അല്ലേ, ഇങ്ങനത്തെ നല്ല നല്ല കാതെല്ലാം നല്ല മരങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ മരങ്ങളൊക്കെ നിങ്ങൾ എന്താണ് മുറിച്ച് വിട്ടിട്ട് അതിൽ നിന്നൊക്കെ ലാഭം കിട്ടുകയാണെങ്കിൽ അതൊക്കെ എൻ്റെ അഗ്രികൾച്ചറാണ്. അതുകൊണ്ട് അഗ്രികൾച്ചർ ആക്ടിവിറ്റി, അതുകൊണ്ട് അതിൻ്റെ ഒന്നും ടാക്സ് കൊടുക്കില്ലാന്ന് പറയാൻ പറ്റില്ല. ഇത്തരത്തിലുള്ള പെട്ട മരങ്ങൾ, ഈ കാര്യങ്ങളും മരങ്ങളൊന്നും എന്തല്ല, ഇതൊന്നും അഗ്രികൾച്ചർ പെടുന്ന സംഭവങ്ങളല്ല. അഗ്രികൾച്ചർ സംഭവങ്ങളിൽ പെടണമെങ്കിൽ അതിൽ ചില കണ്ടീഷൻസൊക്കെ പറയുന്നുണ്ട്. അത് നമ്മൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് എന്താണ് അതിന് പിന്നെ നമ്മൾ ഉഴുതു മറിച്ച് അതിന് ആ കൃത്യസമയത്ത് വളം നൽകി, വാട്ടർ നൽകി, ഓക്കെ, ഇങ്ങനെയൊക്കെ ചെയ്ത് ആ പ്രോസസ്സിലൂടെയൊക്കെ നീങ്ങിയിട്ടുള്ള നമ്മൾ ഉണ്ടാക്കുന്ന സംഭവങ്ങളെയാണ് അഗ്രികൾച്ചർ ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് നിങ്ങൾ നെല്ലുണ്ടാകുമ്പോൾ അത് കൃത്യസമയത്ത് വരയ്ക്കും അല്ലേ, ആ വിത്ത് പാകും, അതിന് വളമിടും, അതുപോലെ തന്നെ അതിൻ്റെ എന്താണ് അങ്ങനെ ഓരോരോ സ്റ്റേജ്, പിന്നെ അതിന് വെള്ളം നനയ്ക്കണം,
നേരെ മറിച്ച് നിങ്ങളൊരു തേക്കും തൈയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യസമയത്ത് ഇങ്ങനത്തെ പരിപാടികളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് ഒരു ഇതിനൊരു പാറ്റേൺ ഉണ്ട്. ആ രീതിയിലൂടെ ആ ഒരു പ്രോസസ്സിലൂടെ നിങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ മാത്രമേ എന്താണ് അത്തരം കാര്യങ്ങൾ മാത്രമേ അഗ്രികൾച്ചർ രംഗത്തിൻ്റെ പരിധിയിലൊക്കെ വരുള്ളൂ. ഓക്കെ. സോ ഇൻകം ഫ്രം സപ്ലൈ ഓഫ് വാട്ടർ ഫോർ ഇറിഗേഷൻ പർപ്പസ്. നിങ്ങളിപ്പോൾ സപ്പോസ് എന്താണ് അഗ്രികൾച്ചർ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് തന്നെ എന്താണ് നിങ്ങളത് നനയ്ക്കാൻ വേണ്ടിയിട്ട് എന്താണ് വെള്ളം കൊടുക്കുക, ഒരാൾക്ക് എന്താണ് സപ്ലൈ ചെയ്യാണ് കൃഷിയൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വരുമാനം ഉണ്ടായിരിക്കാം. അതൊരിക്കലും എന്തല്ല അഗ്രികൾച്ചർ ഇൻകമായിട്ട് പറയാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് ആ വരുമാനത്തെ നോൺ അഗ്രികൾച്ചർ ഇൻകമായിട്ട് തന്നെ പറയാം. ഓക്കെ. റെമ്യൂണറേഷൻ റിസീവ്ഡ് ആസ് എ മാനേജർ ഓഫ് എഫർട്ട്. ഇപ്പോൾ സപ്പോസ് എന്താണ് നിങ്ങളൊരു ഫാമിൻ്റെ മാനേജറാണ്. ആ ഫാമിൻ്റെ മാനേജർ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്ന റെമ്യൂണറേഷൻ എന്തെങ്കിലും അത് അഗ്രികൾച്ചർ ഇൻകമായിട്ട് പരിഗണിക്കില്ല. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് അഗ്രികൾച്ചർ ഇൻകം എന്നതിൻ്റെ ഒരു ബേസ് ലെവലിൽ. അടുത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ ഒരു പ്രോബ്ലം പാർട്ടായിട്ട് നമ്മൾ എന്താണ് വൈറ്റ് ബോർഡ് ബേസ്ഡ് ക്ലാസ് നമുക്ക് ചെയ്യാം. എങ്ങനെയാണ് ഇതിനെ അഗ്രികൾച്ചർ ഇൻകം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കുന്നത്. ഓക്കെ, താങ്ക് യു.